ध्यायामो धवलावकुण्डनवतीं तेजोमयीं नैष्टिकीं स्निग्धापाङ्गविलोकिनीं भगवतीं मन्दस्मितश्रीमुखीं वात्सल्यामृतवर्षिणीं सुमधुरं सङ्कीर्तनालापिनीं श्यामाङ्गीं मधुसिक्तसूक्तिम् अमृतानन्दाग्निकाम् ईश्वरी गजाननं भूतगणातिसेवितं कपित्थजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम् कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम् ॐ हरिश्रीगणपतये नमः। अविघ्नमस्तु। श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तुते श्रीराम रमणीय विग्रह नमोस्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ
ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥനമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമനംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു ഹരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ. എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഭേദിക്കേണ്ട മനസ്സിനരവധേ വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാൻ. ഓം അമൃതേശ്വരിയെ നമഃ. ഭാരതീയ ഇതിഹാസ കാവ്യമായ രാമായണത്തിലെ അതിപ്രശസ്തമായ പുത്രകാമേഷ്ടി എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്തത്. സന്താന സൗഭാഗ്യം ഇല്ലാതിരുന്ന ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഖനെ പുത്രകാമേഷ്ടി യാഗം നടത്തുന്നതിനായി അയോധ്യയിലേക്ക് ക്ഷണിച്ചു വരുത്തി. സരയൂ നദിയുടെ തീരത്ത് തയ്യാറാക്കിയ യജ്ഞശാലയിൽ അശ്വമേധവും തുടർന്ന് പുത്രകാമേഷ്ടി യാഗവും ഋഷ്യശൃംഖൻ വളരെ ഭക്തിപൂർവം നടത്തി. യജ്ഞശാലയുടെ ചുറ്റും അദൃശ്യരായി നിന്ന വിശ്വദേവതമാർ ദശരഥനെ അനുഗ്രഹിക്കുകയും അവരുടെ അനുഗ്രഹത്താൽ തന്നെ ദേവന്മാരാൽ തയ്യാറാക്കപ്പെട്ട ദിവ്യമായ പായസത്തോടുകൂടി അഗ്നിദേവൻ ഹോമകുണ്ഡത്തിൽ നിന്നും പ്രത്യക്ഷനാവുകയും ചെയ്തു. മഹാരാജാവിന് സന്താന സൗഖ്യം ലഭിക്കുന്നതിനായി ലഭിച്ച ദിവ്യമായ പായസത്തെ കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ ഭാര്യമാർക്ക് പകർത്തു നൽകുന്നു. ഇവിടെ ഭക്തിപൂർവം യാഗം അനുഷ്ഠിക്കുന്ന ദശരഥ മഹാരാജാവിനെയും പത്നിമാരെയും കാണാം. ഭക്തിപൂർവം നിഷ്കാമമായി ചെയ്യുന്ന ഏത് കർമ്മത്തിലും ഈശ്വരൻ പ്രസാദിക്കും എന്നുള്ള പരമമായ സത്യത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓം നമഃ ശിവായ.